5 ലക്ഷം രൂപ വരെ തരാമെന്ന് പറഞ്ഞു. ആ പൈസ വേണ്ടെന്ന് പറഞ്ഞു. പ്രകൃതിയുടെ ഒരു ഭാഗം, പരിസ്ഥിതിയുടെ ഭാഗമാണ്. നമുക്കെല്ലാം ഇതിൽ നിന്ന് കിട്ടുന്ന പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന. അതെ അതെ, അത് നമ്മൾ അടുത്ത തലമുറയ്ക്കും കൊടുക്കും. അതെ അതെ അതെ. നമ്മൾ വെള്ളം മലിനപ്പെടുത്തത്തില്ല, ഈ കെമിക്കൽ ഒന്നും കൊണ്ടുവന്ന് ഒഴിക്കത്തില്ല. എന്തായാലും നമ്മളെ കേരളത്തിൽ സാറിനെ പോലെ ഓരോരുത്തരെ ഇപ്പൊ ഞങ്ങൾ ചോദിച്ചിട്ടില്ല മറുപടി പറഞ്ഞു. ഞങ്ങളൊരു മറുപടി പറഞ്ഞപ്പം പൂക്കളെ കുറിച്ച് പറഞ്ഞപ്പം ഇപ്പൊ സാർ പറഞ്ഞു ഞാൻ വരും ചിത്രശലങ്ങൾക്ക് പൂക്കൊന്നും വേണ്ട, അതിനൊരു പച്ചപ്പും ഒരു ഇതുണ്ട്. ഇപ്പൊ ഇവിടെ ഇങ്ങനെ വെറുതെ ഡ്രൈ ആയിട്ട് കിടന്നാൽ ജീവി വരുമോ? അപ്പൊ നമ്മൾ കണ്ടുവരുന്നത് പിന്നെ ടൈലിട്ടയും മാർബിളിട്ടയും വീട്, വലിയ വീടുണ്ടെങ്കിൽ അവരുടെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുക. എന്റെ അപ്പുറത്ത് നിൽക്കുന്ന പറക്കാവുണ്ട്, ഇവിടെ വന്നപ്പോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ കിളിയും പക്ഷികളും വരുന്നൊരു വീടാണെന്ന് പറയാൻ പറ്റും. കാരണം നിങ്ങൾ ഒരു സാധനം കൂടെ നിർത്തോട്ടെ. എന്തായാലും നമ്മൾ ചാനൽ വെക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ചേട്ടൻ്റെ വീട്ടിലാണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇഴന്തിന് വേണമെങ്കിലും പഴുത്തമാവൊന്നും കഴിച്ചിട്ടു. അത്രയ്ക്ക് ഒരു ചന്ത വരെ ഏറിയ വളരെ നല്ലൊരു കാഴ്ച തന്നെയാണ് ഇത്. ചേട്ടൻ പറയുന്നത് ചിത്രശലത്തിനും മറ്റ് പ്രകൃതികൾക്കെല്ലാം, കാക്കയ്ക്കും പിന്നെ പക്ഷികളെല്ലാം വന്നിരിക്കാൻ താന്നു വന്നിരിക്കുന്ന ഒരു വീട് തന്നെയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് കേട്ടാം. എനിക്ക് മാത്രമല്ല സൗകര്യം, അവർക്കും കൂടെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു പക്ഷേ ഞാൻ പറഞ്ഞു ഈ ചെടി വെയിലത്ത് വെച്ചെങ്കിലേ കിളിക്കുമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വേണ്ടിയല്ല അത് വെച്ചേക്കുന്നത്, ചിത്രശലങ്ങൾക്ക് വേണ്ടി വെച്ചേക്കുന്നതാണ് പറയുന്നത് ഈ ഒരു ചേട്ടൻ. എന്താ ചേട്ടാ പേര്? ബാബു കുട്ടൻ. എന്താ ജോലി? ഗവൺമെൻറ് സർവീസിലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെയൊക്കെ ഒരുപാട് പേരെ അറിയണം, അറിയണം, ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് ബുദ്ധിയുള്ളവരും നല്ലത് ചിന്തിക്കുന്നവരും ഉണ്ട്. ഓക്കെ, നീ അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് പോയി വരാം. ഹൈ ബൈ. ഓക്കെ.